സംഭവമാണ് റിലാക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ആദ്യം ഒരു ബോക്സ് വരച്ചു. അതിന്റെ ഏകദേശം സെയിം ലെങ്ത്തും വിഡ്ത്തും ആണ്. ഹൈറ്റ് മാത്രം 5 സംതിങ് 45 സെഗ്മെന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം റൗണ്ട് ഫിഗർ കിട്ടാൻ വേണമെങ്കിൽ 35, 35, 6, 45 സെഗ്മെന്റ്. ഇതിലേക്ക് നമ്മൾ റിലാക്സ് എന്ന് പറഞ്ഞ മോഡിഫയർ അപ്ലൈ ചെയ്യുകയാണ്. അതിൽ ഇവിടെ നമുക്ക് ബുസ്റ്റർ ഓൺ ആണ്, അത് ഞാൻ ഓഫ് ചെയ്തു. ഇറ്ററേഷൻ കൊടുക്കുന്നതനുസരിച്ച് സ്മൂത്ത് ആയി വരും. ഏകദേശം നല്ല രീതിയിൽ കൊടുത്തു. അതിന് കളർ എന്ന് പറയുന്നത് റെഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലൂ ഉപയോഗിക്കാം. ഞാൻ തൽക്കാലം റെഡ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ഒരു ഇച്ചിരി കൂടിയാൽ നല്ലതായിരിക്കുന്നതായിരിക്കുന്നു. സോ ഒരു 7 കൊടുക്കുകയാണ്. ദാറ്റ്സ് ഓക്കെ. ഇതിനകത്ത് നമുക്ക് വളയ്ക്കാൻ ഉപയോഗിക്കുകയാണ്. അതിന്റെ പേരെന്താ? ഫ്ലാക്സ് കൊടുത്തിട്ട് ബെൻഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വളയുന്നത്. എക്സ് കൊടുത്ത് നോക്കി ഇപ്പൊ ശരിയാവുന്നുണ്ട്, പക്ഷെ മൈനസ് കൊടുത്ത് നോക്കി കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കി കണ്ടോ. എനിക്ക് അതിന്റെ ഒരു ലെങ്ത് ഈ അളവ് ഒരു ഇച്ചിരി കുറച്ച് കൊടുക്കുക. സോ എനിക്കതൊരു 30ഉം ഇത് 35ഉം മതി. ഓക്കെ, ദിസ് ഇസ് ഗുഡ്. ഇനി അതിന് ഹൈറ്റ് വേണമെങ്കിൽ ഒരു 6.5 മതി. ഇപ്പൊ കറക്റ്റ് ആയി കിട്ടി നോക്കിയാ കണ്ടോ. അതിന്റെ ബെൻഡ് എന്തോരം വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. മതി, ഇത് ഓക്കെയാണ് കേട്ടോ. സോ ഇതിന് ശേഷം നമുക്ക് ഇതിനകത്ത് സാമ്രാജ്യം ഹൈറാർക്കി അഫക്ട് ടൂൾ വെച്ചിട്ട് ഞാൻ എന്റെ ബാക്കിലോട്ട് ഇറക്കി വെച്ചു. നോക്കി ഇവിടെ നമുക്ക് ഇത് കാണാം. നോക്കി ബാക്കോട്ട് ഇറക്കി കാണാം. ഇത് ഏത് വ്യൂ ആണ്? ലെഫ്റ്റ് വ്യൂ ആണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ചു. ഓക്കെ ആണോ? ഇത് ഓഫ് ചെയ്തു. ഇതിനകത്ത് ആംഗുലർ സ്നാപ്പ് ഓണാക്കി റൈറ്റ് ക്ലിക്ക് ചെയ്തു. അവിടെ എത്ര ഡിഗ്രി കൊടുത്തു? 90 ഡിഗ്രി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യാ? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടു. ഒരു കോപ്പി കിട്ടി, പക്ഷെ എനിക്ക് നേരെ ഇപ്പുറത്തോട്ട് വേണം. എനിക്ക് ഒന്നുമില്ല, 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ടൂൾസിൽ മിറർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അത് വൈ ആക്സ് കൊടുക്കും. ശരിയായോ? അതിനുശേഷം എന്ത് ചെയ്യാം? ഇതിന്റെ കറക്റ്റ് പൊസിഷൻ മൂവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടാക്കി ആംഗുലർ സ്നാപ്പ് ഓഫ് ചെയ്തേക്കാം. വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറച്ച് ചരിച്ച് പുറകോട്ട് ചോർത്താം. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബോക്സ് എടുത്തിട്ട് എന്റെ വിഡ്ത്ത് മാത്രം കുറച്ച് കൊടുത്തിട്ട് ലെങ്ത് ഒരു ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഓക്കെ, കണ്ടോ? സെറ്റ് അല്ലേ? സോറി, ഓക്കെ ആണോ? ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് പതുക്കെ പൊക്കി വെക്കാം. ഓക്കെ അല്ലേ? അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡിൽ എക്സ്റ്റെൻഡ് എടുക്കാം. ഇവിടെ ഓയിൽ ടാങ്ക്. ഇതിനകത്ത് നമുക്ക് കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ എക്സും വൈയും സീറോ വേണം. വൈ സീറോ ആക്കണം. ഇതിന്റെ വൈ സീറോ ആയിരിക്കണം, എക്സ് സീറോ ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ഓക്കെയാണ്, ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഓയിൽ ടാങ്ക് എടുക്കാൻ വേണ്ടി നേരത്തെ പോലെ, അതായത് സെന്ററിൽ വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്, മേടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു ബേസ് കൊടുക്കാം, ഹൈറ്റ് കൊടുക്കുക, ഡ്രാഗ് ചെയ്യുക. അപ്പൊ നമുക്ക് ചെറിയൊരു ഓയിൽ ടാങ്ക് കിട്ടിയുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപ് ഹൈറ്റ് കുറച്ചതിന് ശേഷം ക്യാപ് ഹൈറ്റ് കുറയ്ക്കാം. ഇതിനകത്ത് നമുക്ക് സൈഡ്സ് ഒന്ന് കൂട്ടിയിട്ടേക്കാം. എത്ര? 45 നമ്മൾ സാധനം കൊടുക്കണം അല്ലെ. അതിനകത്ത് നമുക്ക് ഹൈറ്റ് സെക്കൻഡ് കൊടുത്തതിന് ശേഷം ടേപ്പർ കൊടുക്കും. അപ്പൊ എന്ത് പറ്റും? പുറത്തോട്ട് ഇങ്ങനെയാവും. അതിന്റെ കളർ ഒരു ഇച്ചിരി ഡാർക്ക് ആക്കിയിട്ടേക്കാം കേട്ടോ. ഓക്കെ കൊടുക്കാം. അത് നേരെ എന്ത് ചെയ്യാം? പൊക്കി വെച്ചേക്കാം. നോക്കി ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇനി അതിന് താഴത്തോട്ട് നമുക്കൊരു കോപ്പി വേണം. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? മിറർ ചെയ്യാം. കുഴപ്പമില്ലല്ലോ. ഒരു കോപ്പി കൊടുത്തേക്കാം. കുഴപ്പമുണ്ടോ? അത് താഴത്ത് ഇറക്കി വെച്ചേക്കാം. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇനി ഇതിന്റെ ഒരു കോപ്പി എടുത്ത് താഴത്ത് ഇറക്കി വെക്കാം. അതിനെ നമുക്ക് മുകളിലോട്ട് ആക്കാനായിട്ട് മിറർ അടിക്കാം. ഓക്കെ, ഓക്കെ. ഇതിന്റെ ടേപ്പർ ഓഫ് ചെയ്യാം. റേഡിയസ് കുറക്കാം. ഹൈറ്റ് കൂട്ടാം. ഇറക്കി വെക്കാം. ക്യാപ്പ് ഹൈറ്റ് കുറച്ചേക്കാം. കുറച്ച് ഹൈറ്റ് കൂട്ടിയേക്കാം. അതിന്റെ ഒരു കോപ്പി എടുക്കാം, കോപ്പി കൊടുക്കാം, ഓക്കെ കൊടുക്കാം, മുകളിലോട്ട് നോക്കി വെക്കാം. അതിന്റെ റേഡിയസ് ഒന്നുകൂടെ കുറച്ചേക്കാം. അതിനകത്ത് ഇതിന്റെ കളർ മാത്രം ഒന്ന് ലൈറ്റ് ആയി കൊടുത്തേക്കാം. കുഴപ്പമില്ല. ഇത് തിരിഞ്ഞാണ്ടത് അല്ലേ? കറക്റ്റാണോ? ഒരു കറവ് കൊടുത്ത് വെക്കുക, ശരിയായിരുന്നു. ഇതിനകത്ത് ഒരു കറവ് കൊടുത്ത് വെക്കുക മതി. ഓക്കെ, ഇത്തരം സാധനങ്ങൾ ഓക്കെ അല്ലേ? എല്ലാം ശരിയായിട്ട് ഇതിന് നമുക്ക് ആംഗുലർ സ്നാപ്പ് ഓണാക്കി റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി കൊടുക്കാം. നോക്കണം, ഒരു സാധനം വന്നില്ലേ? പിന്നെ അത് നമുക്ക് സ്ലൈസ് കൊടുത്തിട്ട് അതിന്റെ പകുതി ആക്കാം. 180 നോക്കി പകുതി കൊടുക്കും. റൊട്ടേറ്റ് ചെയ്ത് ഇത് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് അതിനെ പതുക്കെ സൈഡ് വ്യൂല് വന്നിട്ട് അതിനെ കുറച്ച് താത്തി വെച്ചു. ഓക്കെ അല്ലേ? ഇതിന് ഹൈറ്റ് സെഗ്മെന്റ് ഇല്ല. ഇത് എവിടെ ഹൈറ്റ് സെഗ്മെന്റ് കണ്ടോ? ഓക്കെ, അതിന്റെ കർവ് പോയി അടിപൊളിയല്ലേ? ഇതിന്റെ ഹൈറ്റ് കൂട്ടി കൊടുത്തേക്കും. ഓക്കെ, റേഡിയസ് ഒരു 1 കൊടുത്തേക്കാം. ഇത് നമുക്ക് സാധാരണ സിറ്റിക്കിനേക്കാളും കുറച്ച് പുറത്തോട്ട് കൊടുക്കാം. എന്നാലും വെയിറ്റ് ബാലൻസ് ചെയ്തു ഇവിടെ പുറത്തോട്ട് തന്നെ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആദ്യം ഒരു ഹൈറ്റ് സെഗ്മെന്റ് കൊടുത്തേക്കാം. ഓക്കെ അല്ലേ? അതിനുശേഷം നമുക്ക് അതിനെ ബെൻഡ് ചെയ്യാം, വളക്കുക. വളയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് പോകണം. സോ അത് നമുക്ക് ഇവിടെ ഒരു 90 ഡിഗ്രി കൊടുത്തേക്കാം. നോക്കി താഴത്തോട്ട് പോകും. ശരിക്കും അത്രയും ബെൻഡ് വേണോ? ഒരു ചെറിയ ബെൻഡ് വരും. ഓക്കെ ആണോ?
വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ ഉപയോഗിച്ച് ആംഗിൾ സ്നാപ്പ് ഓഫ് ചെയ്ത് ഒരു ഇച്ചിരി കൂടി താത്തിച്ചു കൊടുത്തത് ഇത് ലെവൽ ചെയ്തേക്കും. ഓക്കെ അല്ലേ? ഇനി അവിടെ നമുക്കൊരു ഇത് വേണം, എന്ത് ചെയ്യാം, ചാമ്പർ ബോക്സ് വരയ്ക്കാം. യെസ്. ഓക്കെ അല്ലേ? അതിന് ഇതെടുത്തിട്ട് കൺട്രോൾ ചെയ്തെടുത്തതിന് ശേഷം അതിന് രണ്ടും കൂടി എടുത്തിട്ട് ഓക്കെ കൊടുക്കാം. ഈ സാധനം പിടിച്ച് കൊടുക്കുക, താത്തിച്ച് കൊടുക്കാം. അതിന്റെ ഫില്ലറ്റ് കുറച്ച് കൊടുക്കുക, അതിന്റെ ഹൈറ്റ് കുറച്ച് കൊടുക്കുക. വളയ്ക്കാൻ എന്ത് ചെയ്യും? ബെൻഡ് എത്ര ഡിഗ്രി? 180 ഡിഗ്രി. 180. എക്സ് കൊടുത്ത് നോക്കി, വൈ കൊടുത്ത് നോക്കി. വളയാത്ത എന്താ? സെഗ്മെന്റ് ഇല്ല. എന്ത് ചെയ്യണം? സെഗ്മെന്റ്. ശരിയല്ലേ? ശരി. ആ സാധനത്തിനുള്ള ആവശ്യമുള്ളത് മാത്രം ഇതിന്റെ ലെങ്ത് കൊടുത്തോ. എന്തായി? സെറ്റായില്ലേ? സെറ്റ്. അതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? ഒരു ബോൾ വെച്ചോ. ബോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഏതാ? ഇത് ഓ ടൈം. അതിനെ കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടി ആംഗിൾ സ്നാപ്പ് ഉപയോഗിച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്തിട്ട് ആംഗിൾ സ്നാപ്പ് ഓഫ് ചെയ്തിട്ട് അതിനിങ്ങനെ വെച്ചിടാം. പിന്നെ ഹൈറ്റ് പറയാൻ പറ്റില്ല, റേഡിയസ് കുറച്ച് ഹൈറ്റ് ചെയ്ത് കുറച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സപ്പോർട്ട് ഇടണം. അത് മൂന്നും കൂടി ഒരു ഗ്രൂപ്പിലെ പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിന്റെ ഡെപ്തിന് തീരെ കുറഞ്ഞു പോയി. ഒരു ഇച്ചിരി കൂട്ടിയിട്ടുണ്ടാവും, 0.85. ഓക്കെ, അപ്പൊ പിന്നെയും കുഴപ്പമില്ല. മറ്റേ തീരെ ചെറുതായി പോയി, ഇത്തിരി വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ തെറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്യാം. അതിനിപ്പോ ഇവിടെ നിന്ന് എടുക്കുവാൻ എന്ത് ചെയ്യാം? ഹയരാർക്കി അഫക്റ്റോട്ടുള്ളി x0 y0 z0. z0 വേണമെന്നില്ല, അവിടെ തന്നെ നടന്നുണ്ട് അല്ലെ? ഓക്കെ, റൊട്ടേഷൻ എടുക്കാം, ഓഫ് ചെയ്യാം. എത്ര ലെഗ് വേണം എനിക്ക്? 4 അല്ലെങ്കിൽ 5 അല്ലെ? 5 കൊടുക്കാം. 5 എന്ന് പറയുമ്പോൾ മൊത്തം സർക്കിൾ എത്രയാണ്? 360 ഹരണം 5ആണ്. എത്രയായി? 72. നമുക്ക് ആംഗിൾ സ്നാപ്പിൽ നമുക്ക് ഡിഗ്രി കൊടുക്കുക. എത്ര വേണം? 72 വേണം. എൻ്റർ അടിക്കാം. കോപ്പി ചെന്നിട്ട് പതുക്കെ ഷിഫ്റ്റ് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും അത് 72 ഡിഗ്രി ഇവിടെ തിരിഞ്ഞുണ്ട്. ഓക്കെ, എത്ര കോപ്പി വേണം? 4 കോപ്പി ഇൻസ്റ്റൻസ്, കാരണം ഓൾറെഡി ഒരെണ്ണമുണ്ട്. എത്ര കോപ്പി? 4. 5. ഒരു കോപ്പി ഉണ്ട്, പിന്നെ ബാക്കി. ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? പക്ഷെ ഇത് എയർലിക്ക് ആണല്ലോ, അതിന് സപ്പോർട്ട് വേണം അല്ലേ? സപ്പോർട്ട് നമ്മളെ പെൻഡും ക്രീപ്പർ. ഒരു ചാമ്പർ ബോക്സിന് അടുത്ത് വെച്ചോ. ലെഫ്റ്റ് കൂട്ടി ഹൈറ്റ് കുറച്ച് വളക്കട്ടെ. പേര് ബെൻഡ്. റൊട്ടേറ്റ് ചെയ്യാം. കോപ്പി മതി, ഇൻസെൻസ് ആണ്. നമുക്ക് അത്രയും ബെൻഡും വേണ്ട. കുറച്ച് ഇറക്കി വെച്ചിട്ട് ബാക്കിലോട്ട് ഇറക്കി വെക്കുക. ഇവിടെ നിന്നാണ് ഇനി അടുത്ത കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, വളയുന്നത്. ഇവിടെ നിന്നായിരിക്കും ഞാൻ വളഞ്ഞു. ആ സാധനത്തിന്റെ പേരാണ് എക്സ്റ്റൻഡിൽ
അതിനെ വളർത്തണം. എന്ത് ചെയ്യും? അത് ഇതാണ് ബെൻഡ് ഉണ്ട്. ബെൻഡ് ഇതാണ് ഏറ്റവും ഡേഞ്ചർ ഐറ്റം. ആംഗിൾ സ്നാപ്പ് ഓഫ് ചെയ്യുക, മൂവ് ചെയ്ത് വെക്കുക, അതിൻ്റെ ഹൈറ്റ് ഇച്ചിരി കൂട്ടി കൊടുക്കുക, അതിൻ്റെ റേഡിയസ് ഇച്ചിരി കുറച്ച് കൊടുത്തേക്കാം, അതിൻ്റെ സൈക്കിൾസിൻ്റെ എണ്ണം കൂട്ടിയേക്കാം. ഷേപ്പ് റൗണ്ട് ആണോ റെക്ടാങ്കിൾ ആണോ? റെക്ടാങ്കിൾ ആണ് നല്ലത്. അതിൻ്റെ ലെങ്ത് കുറച്ചേക്കാം, വിഡ്ത്ത് കൂട്ടിയേക്കാം, ഇല്ലറ്റ് ചെറുതായിട്ട് കൊടുത്തേക്കാം, അതിൻ്റെ സെഗ്മെന്റ്സ് ഓഫ് ചെയ്യാം. വളയാൻ എന്ത് ചെയ്യണം? ബെൻഡ് ബെൻഡ് ചെയ്തിട്ട് ശരിയാവുന്നുണ്ടോ? അത് ചെയറിന്റെ ഇതാണോ ബാക്ക്? ബ്ലാക്ക് സപ്പോർട്ട്. അതിൻ്റെ ഉള്ളിൽ കമ്പിയാണോ തന്നെ? അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കോട്ട് കവർ ഉണ്ടാവും അതിൻ്റെ കൂടെ. അത് ഡാർക്ക് ആയിരിക്കും, ഏകദേശം ഈ ഒരു ഡാർക്ക് ഉണ്ടാവാൻ. ഡാർക്കായിരിക്കും ഇവിടെ തന്നെ. അടിപൊളിയല്ലേ? ഇതിനകത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഒരു ചെറുതാക്കിയിട്ട് സൂപ്പർ. നോക്കി, ശരി. ഒരു ചെറിയ സാധനം കൂടി ഉണ്ട്, നിർബന്ധമില്ല, അതുകൊണ്ട് വരച്ചേക്കാം. ആംഗുലർ സ്നാപ്പിൽ ഓൺ ആക്കിയിടാം. നമ്മളെ മറ്റേ ഇത് പൊക്കുന്നു രണ്ടുകൂടി ഗ്രൂപ്പ് ചെയ്യാം. ചെയ്തിട്ട് ഹൈറാർക്കി അലൈൻ ചെയ്ത് ഇതുമതി കൊടുക്കുക. റൊട്ടേറ്റ് കൊടുക്കുക, ഓഫ് ചെയ്യുക. ആംഗുലർ സ്നാപ്പ് ഓഫ് ചെയ്തിട്ട് പതുക്കെ ചെരിച്ച് വെക്കുക. എന്തായി? ഇത് complete ചെയ്യാം. ചെയ്ത് ചെയ്യാം.